SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ CPIയെ വിമർശിച്ചുകൊണ്ടും അത് കേട്ട ഉടൻ വെള്ളാപ്പള്ളിയെ വിമർശിച്ച ബിനോയ് വിശ്വവും രംഗത്തെത്തിയതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഏറ്റവും രസകരമായ വാർത്തകളിലൊന്ന്. 10 വർഷമായി കൂടെ നിന്ന് പിണറായിയെ CPI ചതിക്കുകയാണെന്നും CPI ചതിയൻ ചന്തുവാണെന്നും പറഞ്ഞ് വെള്ളാപ്പള്ളി രംഗത്തെത്തിയതോടെയാണ് വിവാദങ്ങൾക്ക് തീ പിടിച്ചു തുടങ്ങിയത്. വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ വെച്ച് നടത്തണമായിരുന്നെന്നും അല്ലാതെ പൊതുസമൂഹത്തിൽ ഇറങ്ങിയുള്ള പ്രതികരണം CPIയുടെ യഥാർത്ഥ മുഖമാണ് പുറത്തു കൊണ്ടുവന്നതെന്നും വെള്ളാപ്പള്ളി രൂക്ഷമായി തന്നെ പറയുകയുണ്ടായി. വെള്ളാപ്പള്ളിയുടെ വിമർശനം കനക്കുകയും അത് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തതോടെ പ്രതികരണവുമായി രംഗത്തെത്തുകയല്ലാതെ വേറെ നിവർത്തിയില്ലെന്ന അവസ്ഥയായി CPIക്ക്. അങ്ങനെ മൗനം ഭജിച്ചിരുന്ന ശ്രീ ബിനോയ് വിശ്വം രംഗത്തെത്തി. വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനവുമായാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. LDFന് മാർക്കിടാൻ വെള്ളാപ്പള്ളി നടേശനെ ഏൽപ്പിച്ചിട്ടില്ലെന്നും ഇടതുമുന്നണിയുടെ മുഖം വെള്ളാപ്പള്ളി അല്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ബിനോയ് വിശ്വം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടത്. ഒപ്പം ബിനോയ് വിശ്വത്തിന് കാലങ്ങളായി SNDPയോടും വെള്ളാപ്പള്ളിയോടുമുള്ള വിദ്വേഷം മുഴുവൻ ഒരു വാർത്താ സമ്മേളനത്തിൽ തീർത്തു എന്നതാണ് പരക്കെ പറഞ്ഞു കേൾക്കുന്നത്. ജനങ്ങൾക്ക് എല്ലാവരെയും അറിയാമെന്നും ഈ പറഞ്ഞ ആളെയും CPIയെയും അറിയാമെന്നും പറയുന്ന ബിനോയ് വിശ്വം വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിക്കൊപ്പം യാത്ര ചെയ്തതിനെ രൂക്ഷമായി തന്നെ വിമർശിച്ചു. ചതിയൻ ചന്തു എന്ന പേര് 1000 വട്ടം ചേരുന്നതും ആ തലയ്ക്കാണെന്ന് പറയുന്ന ബിനോയ് വിശ്വം LDF എന്നാൽ വെള്ളാപ്പള്ളി അല്ലെന്ന് കൂട്ടിച്ചേർത്തു. അതിനിടയിൽ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി കൊണ്ടുപോകുമോ എന്ന ചോദ്യത്തിന് താൻ അങ്ങനെ ചെയ്യില്ലെന്നും കണ്ടാൽ ചിരിക്കുകയും കൈകൊടുക്കുകയും അത്രമാത്രമേ ചെയ്യുകയുള്ളൂ എന്നും പറയുമ്പോൾ അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പരസ്യമായി വിമർശിക്കുന്നതിന് തുല്യമായ പരാമർശമായി മാറി. പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ വെച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒപ്പം ഒരേ കാറിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വേദിയിലേക്ക് എത്തിയത്. ഈ സംഭവം മാധ്യമങ്ങളടക്കം വിമർശനത്തിന് കാരണമാക്കിയിരുന്നു. സാമുദായിക സംഘടനകളെ കൂട്ടുപിടിക്കുന്ന ഇടതു സർക്കാരിനെയല്ല ജനങ്ങൾക്ക് ആവശ്യമെന്ന് പറഞ്ഞുള്ള നിലപാടുകളുമായി ന്യൂനപക്ഷങ്ങളും രംഗത്തെത്തിയിരുന്നു. സാമുദായിക സംഘടനകളോടുള്ള അടുപ്പം കൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടപ്പെട്ടതെന്നുമുള്ള വാദങ്ങളും ഉയർന്നിരുന്നു. വെള്ളാപ്പള്ളി നടേശനെ മാത്രമല്ല NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയും ആഗോള അയ്യപ്പ സംഗമ വേദിയിലേക്ക് ക്ഷണിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മാത്രം പ്രവേശനമുണ്ടായിരുന്ന സംഗമ ഗ്രൗണ്ടിലേക്ക് നടന്നു പോകുന്നതിനിടയിലാണ് വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി വാഹനത്തിൽ കയറ്റി വേദിയുടെ അടുത്തിറക്കിയത്. ആ സംഭവത്തിന് ശേഷമാണ് വിവാദങ്ങൾ ആരംഭിച്ചത്. മുഖ്യമന്ത്രി സംഭവത്തിന് വിശദീകരണവുമായി എത്തിയിട്ടും ബിനോയ് വിശ്വം പറഞ്ഞ വാക്കുകളാണ് എല്ലാവരെയും ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ കണ്ടാൽ സംസാരിക്കും, കൈ കൊടുക്കും, വാഹനത്തിൽ കയറ്റാനൊന്നും നിൽക്കില്ലെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. ഇതിനെതിരെ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ ചില വർഗീയ പരാമർശം സമൂഹത്തിൽ ഒരു വിഭാഗം ജനങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടെന്നത് വാസ്തവമാണ്. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ ഭാഗമായ സമുദായത്തിന്റെ ശക്തമായ പിന്തുണ അദ്ദേഹത്തിന് വലിയ ബലം തന്നെയാണ് നൽകുന്നതെന്നും അഭിപ്രായം ഉയരുന്നുണ്ട്. അതിനിടയിൽ ഇടതുമുന്നണിയുടെ ഘടകകക്ഷി മര്യാദയുടെ പേരിൽ യാതൊരു ശക്തിയുമില്ലാത്ത CPIയെ കഷ്ടപ്പെട്ട് ചുമക്കുകയാണ് CPM എന്ന് പറയുന്നവരുണ്ട്. സംഘടനയിലിരുന്ന് എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ച് അരിയും തിന്ന് ആശാരിച്ചയും കടിച്ചിട്ട് പിന്നെയും പട്ടിക്ക് തന്നെയാണ് മുറുമുറുപ്പെന്ന് നാട്ടുഭാഷയിൽ പറയുന്നത് പോലെയാണ് CPIയുടെ കാര്യങ്ങളെന്നാണ് പാർട്ടിക്കകത്തും പുറത്തുനിന്നും അഭിപ്രായമുയരുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ സംഘടനാ ശക്തി വീണ്ടെടുത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തെ മറികടക്കുന്നതിന് പകരം പരസ്പരം ചെളിവാരി എറിയുന്ന നിലപാടാണ് CPI സ്വീകരിക്കുന്നത്. ഈ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തോൽവിയുടെ കയ്പുനീർ കുടിക്കേണ്ടി വരുമോ എന്ന് കണ്ടറിയാം.